റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, ഒരു വിഭാഗം നേതാക്കൾ ഇത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുമ്പോൾ പോലും മറുവിഭാഗം ശക്തമായി തന്നെ രാഹുലിനെതിരെ നിലപാടെടുക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ തുറന്നടിക്കുന്നത് നമ്മൾ കണ്ടു. വിനിത, കോൺഗ്രസിനകത്ത് രാഹുലിനെതിരായ നിലപാട് തുടക്കം മുതൽ സ്വീകരിക്കുന്ന ആൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വളരെ കുറച്ച് കൈവിരലിലെണ്ണാവുന്ന നേതാക്കളും മാത്രമാണ്. കെ മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ പോലുള്ള നേതാക്കൾ മാത്രമാണ്. അടൂർ പ്രകാശ് ഇന്ന് പറഞ്ഞ ന്യായമാണ് രാഹുൽ മാങ്കൂട്ടം അല്പസമയം മുമ്പ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിലും പറയുന്നത്. അതായത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമാണ്, തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൊണ്ടുവന്ന വാദമാണ്, അത് ബി.ജെ.പിയും CPM കൂടി കൊണ്ടുവന്നു എന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നു. ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു നീക്കം യുവതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. ഇതൊരു വിവാദമായി തെരഞ്ഞെടുപ്പ് ദൃശ്യങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും അവസാനത്തെ ലാപ്പിൽ ഒരു 2 ആഴ്ച മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയുള്ളത്. ആ സമയത്ത് ഇതൊരു പാൻ കേരള ലെവലിൽ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു ക്രൈസിസ് UDF-നും ഒപ്പം കോൺഗ്രസിനും ഉണ്ടാക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് പാലക്കാട് രാഹുൽ പ്രചരണം നടത്തിയപ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിനൊരു എതിർ നിലപാട് സ്വീകരിക്കാൻ ഒരു നേതാവും തയ്യാറാകാതിരുന്നത്. പക്ഷേ ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ രാഹുൽ അടുത്ത ദിവസം അറസ്റ്റിലേക്ക് മറ്റും പോകുമെന്ന് നേതൃത്വം കരുതുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഓരോ സ്ഥലത്തും ഉണ്ടാക്കും എന്ന വിലയിരുത്തൽ തന്നെയാണുള്ളത്. അപ്പോഴും വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണവും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ അടൂർ പ്രകാശ് മാത്രമാണ് ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടത്. ഏതായാലും ലൈംഗിക പീഡന കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിലെ വനിതാ വിഭാഗം ആവശ്യപ്പെടുന്നത്. ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തന്റെ നിലപാട് പാർട്ടിക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ടെന്നും അധിക്ഷേപം ആർക്കെതിരെ ആയാലും ശക്തമായി എതിർക്കുന്നെന്നുമാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത്. പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് പോലീസ് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തട്ടെ. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ ഇത് ഒരു അതിജീവിത എന്നുള്ളതല്ല, ആരെയും അധിക്ഷേപിക്കാൻ പാടുള്ളതല്ല. ഈ രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട ഏറ്റവും കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത് അവകാശപ്പെടാനുമില്ല. അതിനെ സംബന്ധിച്ച് മറുപടി കൃത്യമായിട്ട് പറയേണ്ടത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വിശദീകരണം വേണമെങ്കിൽ അദ്ദേഹത്തിനെ സമീപിക്കാവുന്നതാണ്. സജോ ദേവസ്യാണ്. സജോ, തുടക്കം മുതൽ തന്നെ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ നിലപാടെടുത്തിട്ടുള്ളതാണ്. അവരതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. വിനീത, ഏറ്റവും പ്രധാനം മറ്റു ചില നേതാക്കളെ പോലെ അഴകുഴമ്പൻ നിലപാടല്ല. പ്രധാനപ്പെട്ട പല വനിതാ നേതാക്കളും വളരെ കൃത്യമായ വ്യക്തതയുള്ള നിലപാട് ഇക്കാര്യത്തിൽ മുൻപും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ ആ നിലപാട് ആവർത്തിക്കുകയും അവർ പാർട്ടിക്കകത്തും വേദികളിലുമൊക്കെ അത് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനം. പാർട്ടിയിൽ നിന്ന് തന്നെ സമ്പൂർണ്ണമായി മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ട നേതാവാണ് ഉമാ തോമസ്. നേരത്തെ അവരോട് വീണ്ടും നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ മുൻപ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറയാനാണ് ശ്രമിച്ചത്. അതേസമയം ഷാനിമോൾ ഉസ്മാനെ പോലുള്ള നേതാക്കളും പറയുന്നത്. പക്ഷേ മുൻപ് കർശനമായ നിലപാട് സ്വീകരിച്ച പലരും കടുത്ത സൈബർ ആക്രമണം നേരിട്ട സന്ദർഭങ്ങൾ ഉണ്ടായി എന്നാണ് ഇതിൽ പ്രധാനമായും കാണേണ്ടത്. അത്തരം സൈബർ ആക്രമണങ്ങളെ ചില നേതാക്കൾ, വനിതാ നേതാക്കൾ ഭയക്കുന്നുണ്ടാകാം. രാഷ്ട്രീയമാണ് ഉറപ്പായി. പക്ഷെ അപ്പോഴും കൃത്യമായൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ വനിതാ നേതാക്കൾക്ക് കഴിയുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്.